ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. നമസ്കാരം, എൻ്റെ പേര് രാജലക്ഷ്മി. ഞാൻ ഇതിനു മുമ്പും യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ വന്നത് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനാണ്. ഞാനിവിടെ വന്ന സാഹചര്യം, എനിക്കൊരു ബ്രോഷർ കിട്ടിയായിരുന്നു അമ്മയുടെ, എൻ്റെ ഓഫീസിൽ നിന്നും. ഞാൻ പറഞ്ഞല്ലോ, ആ ബ്രോഷറാണ് ഇത്. ഈ ബ്രോഷർ കണ്ടിട്ടാണ് ഞാൻ അമ്മയെ വിളിച്ച് ചോദിക്കുന്നതും അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്നതും അമ്മയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നതും. ഞാൻ ഇവിടെ വന്നു, അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. അമ്മ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ പ്രോബ്ലംസ് എല്ലാം അമ്മ എനിക്ക് ഒന്നൊന്നായി പറഞ്ഞു തന്നിരുന്നു. ഇതിന് ശേഷം അന്ന് ഞാൻ മടങ്ങുന്ന വഴി എനിക്ക് അമ്മ ഇവിടുന്ന് ഒരു ബുക്ക് കൂടി തന്നു വിട്ടു. അതായത് എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ബുക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് അമ്മ ആദ്യമായി തന്ന ബുക്ക്. അതായത് അമ്മയുടെ ജീവിതാനുഭവങ്ങളും ഒപ്പം ഇതിനകത്ത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസും അവർ എഴുതിയിട്ടുണ്ട്. ഇവിടെ വന്ന് അവർക്ക് നേട്ടം ഉണ്ടായതിനെക്കുറിച്ച്. ഞാൻ ഇന്ന് ഈ ബുക്ക് ഞങ്ങൾക്ക് 3 പേർക്ക്, അതായത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ മോനും എനിക്കും ഈ ബുക്ക് അമ്മ ഇവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഈ പുസ്തകം ഞാൻ എൻ്റെ വണ്ടിയിൽ സൂക്ഷിക്കുന്നുണ്ട്. അതായത് എനിക്കൊരു ധൈര്യം, ഇതാണ് എനിക്ക് എല്ലാം. ഞാൻ ഈ ബുക്കിനോട് എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ എനിക്കത് മാറ്റി തരുന്നുണ്ട്. അതുപോലെ എൻ്റെ അമ്മയ്ക്കും ഈ പുസ്തകം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അമ്മ ഈ പുസ്തകം എടുത്തു വച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും അത് നിമിഷങ്ങൾ കൊണ്ട് മാറി കിട്ടുകയും ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ മോന് ഈ പുസ്തകം കൊടുക്കുകയും ഇതേപോലെ തന്നെ അവൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അവനെ ഞാൻ കിട്ടിയെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവൻ കിടക്കുന്ന ബെഡിൽ, അവൻ്റെ ബെഡിൻ്റെ താഴെ തന്നെ, അത് ബെഡിൻ്റെ കൂടെ തന്നെ ഞാനിത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു അസ്വസ്ഥതകളോ ഒരു ദുസ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാതെ അവൻ നല്ല സൈലൻ്റായിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് അവൻ ഉറങ്ങാനും കഴിയുന്നുണ്ട്. അതെന്നും രാത്രി അതെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവൻ വെച്ചിട്ടാണ് ഇത് കിടക്കുന്നത്. തിരിച്ച് ഇതുപോലെ തന്നെ അവൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പും ഈ പുസ്തകം എടുത്തു വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. എക്സാം ടൈമിനായാലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അവൻ വരുന്ന സമയത്തായാലും അവൻ ആ ബുക്കിനോട് എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാനോട് പറയുന്നു എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഭഗവാനോട് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. നമ്മുടെ വിഷമങ്ങളും ഇതെല്ലാം നമ്മൾ ഭഗവാനോടാണ് പറയുന്നത്. തിരിച്ച് അമ്മ എനിക്ക് വന്നതിന് ശേഷം രണ്ടാമത്തെ പുസ്തകമാണ് ഇത്. ഇതും അമ്മ എനിക്ക് തന്നു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവർക്ക് വന്ന നേട്ടങ്ങൾ, അവർക്ക് ഇവിടെ വന്നതിന് ശേഷം അമ്മയിലൂടെ ഉണ്ടായ നേട്ടങ്ങൾ ആണ് ഈ പുസ്തകത്തിനകത്ത് വിവരിക്കുന്നതും. അതോടൊപ്പം ഭഗവാന്റെ ഭഗവാൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ അമ്മ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിതെടുത്ത് വെച്ച് വായിക്കുമ്പോൾ തന്നെ എന്തോ വലിയൊരു ടെൻഷനാണ് നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ മുമ്പ് അനുഭവിച്ചിരുന്നുള്ള യാതൊരു പ്രശ്നങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നില്ല. കാര്യം
എന്നും നമ്മൾ അമ്മയെ വിളിക്കുകയും അമ്മയുടെ പവർ ഞങ്ങൾക്ക് കിട്ടുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുൻപ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് മാസത്തിൽ 2 പ്രാവശ്യം വരണമെന്ന് വിചാരിച്ചു കിട്ടുമല്ല, എനിക്ക് ഈ പ്രാവശ്യം അത് സാധിക്കാൻ പറ്റി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊന്ന് ഏറ്റുമാനൂർ തൊഴണം എന്ന് ഒരുപാട് വർഷം കൊണ്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെ എനിക്ക് ഏറ്റുമാനൂർ തൊഴാൻ ഒരു അവസരം വരികയും ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മയുടെ അനുവാദത്തോടു കൂടി തന്നെ അവിടെ പോയി തൊഴുകയും പോയിട്ട് വന്നതിന് ശേഷം എനിക്കറിയില്ല, ഒരു പക്ഷേ എനിക്ക് നേട്ടങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. പോയിട്ട് വന്നതിന് ശേഷം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഒപ്പം എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞും ഇവിടെ വരുന്നുമുണ്ട്, അമ്മയുടെ അനുഗ്രഹം കിട്ടുന്നുമുണ്ട്. അമ്മയുടെ പവറിലൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത് കൈവിടാതെ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. എനിക്ക് ഇതിൽ തന്നെയാണ് ഉറച്ച വിശ്വാസം. കാരണം എൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ നിന്ന് തന്നെ അമ്മ പരിഹരിച്ച് തരുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനും ഭയപ്പെടണം ഇനി ജീവിതത്തിൽ? ഞാൻ ഇനി കുറച്ചുകൂടെ എനിക്ക് ബോൾഡാവാൻ പറ്റുന്നുണ്ട്. എൻ്റെ പല കാര്യങ്ങളും അമ്മ എനിക്ക് ഇതിലൂടെ ക്ലിയർ ചെയ്യുകയും അമ്മയുടെ അഭിപ്രായം ചോദിച്ചറിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തടസ്സങ്ങളൊന്നുമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് അമ്മ പറഞ്ഞ ഒരുപാട് മന്ത്രങ്ങൾ ഇപ്പം അമ്മയ്ക്ക് ഒരുപാട് സൃഷ്ടിയിലൂടെയുള്ള മന്ത്രങ്ങൾ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ മന്ത്രങ്ങളെല്ലാം തന്നെയും അമ്മ ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് പറയാൻ. പ്രശ്നമുണ്ടാവും, ഒരുപാട് ടെൻഷൻസോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്ന സമയത്ത് അത് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അപ്പം തന്നെ അതിനുള്ള പരിഹാരം കാണാനും പറ്റുന്നുണ്ട്. അങ്ങനെ എഴുതി തന്ന 1-2 മന്ത്രങ്ങൾ അമ്മ പറഞ്ഞു തരികയും ഇത് എഴുതിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റിയിട്ടുമുണ്ട്. ഇത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഇത് നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിവിടെ വന്ന് അമ്മയിലൂടെ ഈ ശക്തിയും അമ്മയുടെ ഈ പവറും കാര്യങ്ങളും അവർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അവർക്ക് വിശ്വാസവും വരുള്ളൂ. കാരണം എനിക്കിപ്പോൾ ആ വിശ്വാസമുണ്ട്. കാരണം എനിക്ക് പറ്റുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും ഞാൻ വിചാരിച്ച് പല കാര്യങ്ങളും എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്കിപ്പോൾ അത് വിശ്വാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് എനിക്കിപ്പോൾ എന്താ പറയുക, എനിക്ക് മുമ്പൊന്നും ഇല്ലാത്ത അത്രയും മനസ്സന്തോഷവുമുണ്ട്. എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പലതും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. അതുപോലെ എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിലും അമ്മ എനിക്ക് ഒരുപാട് സജഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതനുസരിച്ച് പോകുന്നത് കൊണ്ട് തന്നെ അവന് നേട്ടങ്ങളും അവൻ്റെ പഠിത്തത്തിലുണ്ട്. ആവറേജിൽ നിന്നും നല്ലൊരു രീതിയിൽ തന്നെ അവൻ മേളിലോട്ട് കയറി വരുന്നുണ്ട്. അമ്മ പറഞ്ഞു എന്ത് വിഷയമാണ് ആ വിഷയം പാടുള്ളതിന് മാത്രം ട്യൂഷൻ അവന് കൊടുക്കുക, ബാക്കിയുള്ളത് വർക്കൗട്ട് ചെയ്യിപ്പിക്കുക. ശരിയാണ്, 24 മണിക്കൂർ നമുക്ക് സമയമുണ്ട്. നമുക്കത് നഷ്ടപ്പെടുത്തുകയും ചെയ്യാം, നമുക്കത് നേട്ടത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ അമ്മ പറയുന്ന കാര്യങ്ങൾ അനുസരണയോടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ നേട്ടം തന്നെ ഉണ്ടാകും. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അതിന് യാതൊരു എന്താ പറയുക ഒരു സംശയവും വേണ്ട. ബട്ട് അമ്മ പറയുന്ന കാര്യങ്ങൾ അനുസരണ അമ്മ ആദ്യം മുതലേ പറയുന്നുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ സൗഭാഗ്യം ഉണ്ടാകത്തുമുള്ളൂ. ഇത് കൈവിടാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ, അമ്മയുടെ വാക്കുകൾ കേട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ തേടി വരുന്ന ഭാഗ്യം നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അത്രയും മഹാഭാഗ്യങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതിന് 100% ഉറപ്പാണ്. അതിലത്ര തന്നെ എനിക്ക് വിശ്വാസവുമുണ്ട്. ഞാൻ അതിന് എന്താ പറയുക, അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. ഒരുപാട് സ്ലോ ആയിരുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമ്മ പറയുന്ന കാര്യങ്ങൾ അത് ആ സെൻസിൽ തന്നെ എടുത്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ടാവാം എനിക്കും ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുമുണ്ട്. നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.